ദോഹയിലെ മിസൈൽ ആക്രമണത്തിൽ ഖത്തറിനോട് മാപ്പ് പറഞ്ഞിരിക്കുകയാണ് ഇറാൻ. ഖത്തറിനെ ആക്രമിക്കുകയായിരുന്നില്ല ലക്ഷ്യമെന്നും അമേരിക്കൻ സൈനിക താവളമാണ് ലക്ഷ്യമിട്ടതെന്നും ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കി. അതേസമയം മിസൈൽ ആക്രമണത്തെ തുടർന്ന് താളം തെറ്റിയ ഗൾഫ് മേഖലയിലെ വിമാന സർവീസുകൾ സാധാരണ നിലയിൽ തിരിച്ചെത്തി. ദുബായിൽ നിന്ന് സുരേഷ് വെളിമുറ്റത്തിന്റെ റിപ്പോർട്ടിലേക്ക്. പ്രതീക്ഷയുടെയും സന്തോഷത്തിന്റെയും പ്രഭാതം, അതിനുശേഷം ആശങ്കയുടെ ഒരു പകൽ. കാരണം ഇറാനും ഇസ്രായേലും വീണ്ടും ആക്രമണം നടത്തിയെന്നുള്ള വാർത്ത വന്നതോടുകൂടി ഉണ്ടാകുന്ന ആശങ്ക. അതിനുശേഷം വൈകുന്നേരമാകുമ്പോഴേക്കും കുറച്ചുകൂടി ആശ്വാസവും സമാധാനവും. വിമാനത്താവളങ്ങളെല്ലാം സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നു. അതേസമയം ചില വിമാന സർവീസുകളൊക്കെ താളം തെറ്റിയിട്ടുണ്ട്. ചിലത് വൈകിയാണ് എത്തുന്നത്. അതോടൊപ്പം തന്നെ ചിലത് റദ്ദാക്കിയിട്ടുമുണ്ട്. അത് ഇന്നലെ വ്യോമപാത അടച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള ആശയക്കുഴപ്പവും വൈകലുമൊക്കെയാണ്. നാളെയോടുകൂടി അത് സാധാരണ നിലയിലാകും. ഷാർജ, ദുബായ്, അബുദാബി, അതോടൊപ്പം തന്നെ ദോഹ, ജിദ്ദ, റിയാദ്, മസ്കറ്റ് തുടങ്ങിയ എല്ലാ വിമാനത്താവളങ്ങളും സാധാരണ നിലയിലാണ് പ്രവർത്തിക്കുന്നത്. ഇതോടൊപ്പമുള്ള ഏറ്റവും വലിയ ഒരു വാർത്ത എന്ന് പറയുന്നത് ഖത്തറിനെ നേരിട്ട് വിളിച്ച് ഇറാന്റെ പ്രസിഡന്റ് ഖേദം പ്രകടിപ്പിക്കുകയാണ്. ഖത്തർ അമീറിനെ വിളിക്കുകയും ഖത്തർ ഞങ്ങളുടെ മിസൈൽ ആക്രമണത്തിന്റെ ലക്ഷ്യമായിരുന്നില്ല, മറിച്ച് അമേരിക്കൻ സൈനിക താവളമാണ് ലക്ഷ്യം വെച്ചത്. ആ ആക്രമണത്തിൽ ഖത്തറിന് ഏതെങ്കിലും വിധത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ പങ്കുചേരുന്നു, ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് ഇറാൻ പ്രസിഡന്റ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെയാണ് UAE പ്രസിഡന്റ് ഇറാൻ പ്രസിഡന്റുമായി ഇന്ന് വൈകുന്നേരം ഫോണിൽ സംസാരിച്ചിരുന്നു. ഇറാൻ പ്രസിഡന്റ് ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു. അപ്പോൾ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അറിയിച്ചത് സമാധാന കരാറിൽ, സമാധാന വ്യവസ്ഥകളിൽ ഉറച്ചു നിൽക്കണം, ആക്രമണത്തിന് ഇനി ഒരു കാരണവശാലും വഴിയൊരുക്കരുത്, മാത്രമല്ല ഈ മേഖലയിൽ സമാധാനമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ മേഖല, ഗൾഫ് മേഖല പൂർണ്ണമായും ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിലാണ്. ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണമെന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹവും പ്രതീക്ഷയും.